ഹലോ ഗൈസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു എജുപോർട്ട്. എല്ലാ മക്കൾക്കും ഒരിക്കൽ കൂടി എജുപോർട്ടിലേക്ക് സ്വാഗതം. ഇതുവരെ എജുപോർട്ടിന്റെ +1 ക്ലാസ് കാണാത്ത ഒരു ആളായിരിക്കാം നിങ്ങൾ, അല്ലെങ്കിൽ ഇതുവരെയുള്ള 10ാം ക്ലാസ് വരെയുള്ള മാത്രം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ യൂട്യൂബ് ചാനലുകളും അല്ലെങ്കിൽ പലതരത്തിലെ ചാനലുകളൊക്കെ കയറി വന്ന ആൾക്കാരായിരിക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എജുപോർട്ടിന്റെ ചാനലിലേക്ക് വരുന്നെങ്കിൽ ആദ്യം തന്നെ നിങ്ങളോട് പറയുന്ന കാര്യം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പറയുന്നത്. കാരണം എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, +1 നിങ്ങൾക്ക് ഏറ്റവും മികച്ച രീതിയിൽ ഏറ്റവും മികച്ച ക്ലാസ്സുകൾ കൊടുക്കുന്ന ഒരു ഏറ്റവും മികച്ച സ്ഥാപനം എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് എജുപോർട്ടിനെ പറയാം. ഓക്കെ, അപ്പോൾ അത് ഞാൻ പറഞ്ഞതല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ എങ്ങനെ വേണമെങ്കിലും സെർച്ച് ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും. അപ്പം അതവിടെ നിൽക്കട്ടെ, ഞാൻ പറഞ്ഞൊന്നും വേറെ ഒന്നുമല്ല. എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിങ്ങളുടെ +1 ക്ലാസ് തുടങ്ങാൻ പോകണല്ലേ, 2026 മാർച്ച് മാസത്തിൽ പരീക്ഷ കഴിഞ്ഞിറങ്ങിയ ആൾക്കാരാണ് നിങ്ങൾ അല്ലേ. 2026 മാർച്ച് മാസത്തിൽ SSLC പരീക്ഷ അത് പാസ്സായിരിക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ. SSLC പരീക്ഷ പാസ്സായി കഴിഞ്ഞ് ഒരുപക്ഷെ അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് സീറ്റ് കിട്ടിയവരോ കിട്ടാത്തവരോ ആരെങ്കിലും ആവാം. നിങ്ങൾ എങ്ങനെയായിരുന്നാലും നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. കാരണം എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, നിങ്ങളുടെ +1 എന്താണ് സംഭവിക്കാൻ പോകുന്നത് അത് ഞാൻ ആദ്യമേ പറഞ്ഞുതരാം. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, +1 എന്ന് പറയുന്ന സബ്ജക്റ്റ് നമ്മുടെ +1 പഠിക്കാൻ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് +1 നിങ്ങൾക്ക് പഠിക്കാനുള്ള എന്താണെന്ന് വെച്ചാൽ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ +1 ഒരുപക്ഷെ കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്, സയൻസ് സ്ട്രീമുള്ള ആൾക്കാരെ കാരണം ഇതിൽ സയൻസ് സ്ട്രീം എടുത്ത ആൾക്കാർക്ക് ഒഴികെ ബാക്കി കൊമേഴ്സിലും ഹ്യൂമാനിറ്റീസിലും കോമൺ ആയിട്ട് വരുന്ന ഒരേ ഒരു സബ്ജക്റ്റേ ഉള്ളൂ. അതേതാണ്? അത് നമ്മുടെ എക്കണോമിക്സ് ആണ്. മേ ബി പൊളിറ്റിക്കൽ സയൻസ് നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവും, പക്ഷെ അതെന്തല്ല എല്ലായിടത്തും ഇല്ല. പക്ഷെ എല്ലായിടത്തും എന്താണ്, എക്കണോമിക്സ് കോമൺ ആണ്. അപ്പോൾ ഈ പറഞ്ഞ കൊമേഴ്സുകാരും ഹ്യൂമാനിറ്റീസുകാരും നിങ്ങൾ ആര് എങ്ങനെ പഠിച്ചു കഴിഞ്ഞാലും കൃത്യമായിട്ട് കൂടുതൽ പേര് പഠിക്കുന്ന സബ്ജക്റ്റ് ഏതാണ്? നമ്മുടെ എക്കണോമിക്സ് ആണ്. അപ്പോൾ എക്കണോമിക്സിനെ കുറിച്ച് ഒരുപക്ഷെ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നുണ്ടാവുക അല്ലേ. എക്കണോമിക്സ് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നിങ്ങൾ ഒരുപക്ഷെ CBSE പഠിച്ച ആൾക്കാർ മാത്രമേ ഇതിനോടകം ഈ പറഞ്ഞ എക്കണോമിക്സിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവുള്ളൂ. എന്നാൽ ബാക്കിയുള്ളവർ ആരും തന്നെ എന്ത് ചെയ്യുന്നില്ല, എക്കണോമിക്സിനെ കുറിച്ച് ഒരറിവും ഉണ്ടായിരിക്കില്ല. അപ്പോൾ തീർച്ചയായിട്ടും പുതിയൊരു സബ്ജക്റ്റാണ് നിങ്ങൾ +1 പഠിക്കാൻ പോകുന്നത്. നിങ്ങൾ +1 കൊമേഴ്സ് പഠിക്കാൻ നിങ്ങൾക്ക് അക്കൗണ്ടൻസി, ബിസിനസ് സ്റ്റഡീസ്, എക്കണോമിക്സ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻസ് ഉണ്ടാവും. എന്നാൽ ഈ പറഞ്ഞ ഹ്യൂമാനിറ്റീസ് ആണെങ്കിൽ ഹിസ്റ്ററി ആൻഡ് പൊളിറ്റിക്കൽ സയൻസ് അതിൻ്റെ കൂടെ തന്നെ എന്തുണ്ടാവും, എക്കണോമിക്സ് ഉണ്ടാവും. പിന്നെ ഓപ്ഷൻ സബ്ജക്റ്റ് ആയിട്ട് ഒന്നുകൂടി വേറെയാണ് ഉണ്ടാവാറുള്ളത്. അപ്പോൾ സാധാരണ ഇങ്ങനെയുള്ള നിങ്ങളുടെ ക്ലാസ് തുടങ്ങാൻ പോകുന്നത് നിങ്ങൾക്കറിയില്ലേ, നിങ്ങളുടെ ക്ലാസ് എന്ന് തുടങ്ങാൻ പോകുന്നത് ഏകദേശം നിലവിൽ വന്നിരിക്കുന്ന അറിയിപ്പ് പ്രകാരം ജൂലൈ 6-ാം തീയതിയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, +1 ക്ലാസ് തുടങ്ങുന്നത്. അപ്പോൾ 2026 ജൂലൈ 6-ാം തീയതി നമ്മുടെ ഈ വർഷത്തെ +1 ക്ലാസ് തുടങ്ങും. അപ്പം അതിന് മുൻപായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ +1 ഡാറ്റ വെച്ച് നോക്കുമ്പോൾ +2 ഡാറ്റയൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് തുറന്നു പറയാനുണ്ട്. വേറെ ഒന്നുമല്ല, അതായത് 2026 മാർച്ച് മാസത്തിലെ പരീക്ഷ നിങ്ങൾ SSLC എഴുതിയ സമയത്ത് അതേ സമയത്ത് തന്നെ +2 പരീക്ഷ എഴുതിയ കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ +2 പരീക്ഷ അവരെഴുതി കഴിഞ്ഞു, അവരുടെ +2 റിസൾട്ട് വരികയും ചെയ്തു അല്ലേ. 2026 +2 റിസൾട്ട് വന്ന സമയത്ത് അത് സയൻസ് പഠിച്ചവരുണ്ട്, കൊമേഴ്സ് പഠിച്ചവരുണ്ട്, ഹ്യൂമാനിറ്റീസ് പഠിച്ച ആൾക്കാരുണ്ട് അല്ലേ. ഈ 3 സ്ട്രീമിലും പഠിച്ച ആൾക്കാരുടെ റിസൾട്ട് വന്ന സമയത്ത് കേരളത്തിൽ ആകെ പരീക്ഷ എഴുതിയ കുട്ടികൾ, ടോട്ടൽ പരീക്ഷ എഴുതിയവർ 4.5 ലക്ഷം കുട്ടികളാണ്. 4.5 ലക്ഷം കുട്ടികളാണ് പരീക്ഷ എഴുതിയിട്ടുള്ളത്. ഈ 4.5 ലക്ഷം കുട്ടികൾ പരീക്ഷ എഴുതിയത് ആകെ പാസ്സായവരുടെ എണ്ണം. ഈ പാസ്സാകുക എന്ന് പറഞ്ഞാൽ എന്താ, +1 +2 വേണ്ട മാർക്ക് നിശ്ചിത എത്ര മാർക്കാണ് വേണ്ടത് അത് കിട്ടിയിട്ട് പാസ്സായിട്ടുള്ള ആൾക്കാരുടെ എണ്ണം എന്ന് പറഞ്ഞാൽ വെറും 3.5 ലക്ഷം ആൾക്കാരാണ്. അതായത് ഏകദേശം 1 ലക്ഷം ആൾക്കാർ എന്ത് ചെയ്തിട്ടുണ്ട്, തോറ്റു പോയിട്ടുണ്ട്. എന്താ സംഭവിച്ചത്? 1 ലക്ഷം ആൾക്കാർക്ക് പല വിഷയങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ട് +2 പാസ്സാകാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ പറഞ്ഞിരിക്കുന്ന 2026 റിസൾട്ട് വരുന്ന സമയത്ത് നിങ്ങൾ നോക്കുക, ഏകദേശം 31% ആൾക്കാർ നമ്മുടെ റിസൾട്ടിൽ 31% ആൾക്കാരും തോറ്റുപോയ വിഷയം എന്ന് പറഞ്ഞാൽ എക്കണോമിക്സാണ്. നിങ്ങൾ ആലോചിക്കും 31% എന്ന് പറയുമ്പം അതായത് ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പേര് തോറ്റുള്ള വിഷയം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷാണ്. പക്ഷെ അത് സയൻസ് പഠിക്കുന്നവരും കൊമേഴ്സ് പഠിക്കുന്നവരും ഹ്യൂമാനിറ്റീസ് പഠിക്കുന്നവരുണ്ട്. ഈ 3 സ്ട്രീം പഠിക്കുന്നവർ കൂടുതൽ പേരും തോറ്റുപോയിട്ടുള്ള വിഷയം പറഞ്ഞാൽ ഇംഗ്ലീഷാണ്. എന്നാൽ ലാംഗ്വേജ് ആയിട്ടുള്ള അതിനെ മാറ്റിയെടുത്ത് കഴിഞ്ഞാൽ സബ്ജക്റ്റിൽ നിങ്ങൾ ഏതെടുത്ത് നോക്കിയാലും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് അറിയോ, അത് എക്കണോമിക്സ് ആയിരിക്കും. കൂടുതൽ പേര് തോറ്റുപോയിട്ടുള്ള വിഷയം എന്ന് പറഞ്ഞാൽ എക്കണോമിക്സ് ആണ്. തീർച്ചയായിട്ടും സങ്കടകരമായ കാര്യമാണത്. കാരണം എന്താ പറയുക, അതൊരു ക്രെഡിറ്റ് ആയിട്ട് പറയാനുള്ളതല്ല. നിങ്ങളുടെ മുമ്പിൽ ഈ ഡാറ്റ ഞാൻ പറയുന്നതും എനിക്ക് അല്പം സന്തോഷത്തോട് കൂടിയിട്ടില്ല, സങ്കടത്തോട് കൂടിയിട്ടില്ല എന്ന് പറയുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല, കാരണം ഇത്രയും പേര് തോറ്റുപോകാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ബാക്കി എല്ലാ സബ്ജക്റ്റിനെയും പോലെയല്ല നമ്മുടെ എക്കണോമിക്സ് പറഞ്ഞത്. ഇതിൻ്റെ സ്ട്രാറ്റജി മാറ്റുന്നുണ്ട്, ചാപ്റ്റേഴ്സ് മാറ്റുന്നുണ്ട്, നമ്മൾ പഠിച്ചു വരുന്ന മാറ്റുന്നുണ്ട്. ചിലപ്പോൾ നമുക്ക് തോന്നും ഇത് മാത്സ് ആണോ, ചിലപ്പോൾ തോന്നും തിയറി ആണോ. അങ്ങനെ പല രീതിയിലുള്ള പല തരത്തിലുള്ള ഡയമെൻഷൻസ് പഠിക്കുന്നതാണ് നമ്മുടെ +1 +2 എക്കണോമിക്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് 2 വർഷം കൊണ്ട് നിങ്ങൾക്ക് എന്തായിരിക്കും 2 എക്സാമുകളാണ് ഉണ്ടാവുക. 2 മാർച്ച് മാസത്തിൽ നടക്കുക. നിങ്ങളുടെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 2027 മാർച്ചിൽ നിങ്ങൾ +1 പരീക്ഷ എഴുതും, 2028 മാർച്ചിൽ നിങ്ങൾ +2 പരീക്ഷ എഴുതും അല്ലേ. അപ്പോൾ ഈ 2 എക്സാമിലായിട്ട് നിങ്ങൾക്ക് 80 മാർക്കിൻ്റെ പരീക്ഷ ഉണ്ടാവാം. 80 മാർക്കിൻ്റെ പരീക്ഷ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ 10ാം ക്ലാസ് വരെയുള്ള പഠനത്തിൽ നിങ്ങൾ സോഷ്യൽ സയൻസ്, അതിൽ തന്നെ മെയിനായിട്ട് നിങ്ങൾ പറയുകയാണെങ്കിൽ ഈ പറയുന്ന മാത്തമാറ്റിക്സ് ആൻഡ് അതിൻ്റെ കൂടെ തന്നെ പറഞ്ഞിരിക്കുന്ന ഇംഗ്ലീഷ്, ഇത് 3 നിങ്ങൾ 80 മാർക്കിൻ്റെ പരീക്ഷയാണ് എഴുതിയിട്ടുള്ളത് അല്ലേ. അതുപോലെ 80 മാർക്ക് 2.5 മണിക്കൂർ നീണ്ടെടുക്കുന്നതായിരിക്കും നമ്മുടെ +1 പരീക്ഷ ഉണ്ടാകുക 80 മാർക്കിനാണ്. ആൻഡ് +2 പരീക്ഷയും 80 മാർക്കിനാണ് ഉണ്ടാവുക.
അപ്പോൾ 2 വർഷം കൊണ്ട് ഏകദേശം 160 മാർക്കാണ് നിങ്ങൾക്ക് 2 വർഷം കൊണ്ട് നേടാൻ പറ്റുന്ന മാർക്ക് മാക്സിമം. ആ പറഞ്ഞ 160-ൽ നിങ്ങൾ എത്ര മാർക്ക് എഴുതി വാങ്ങണം? 2 വർഷം കൊണ്ട് നിങ്ങൾ 48 മാർക്ക് എഴുതി വാങ്ങണം. എങ്കിൽ മാത്രമേ +2 എക്കണോമിക്സ് പാസ്സാവുള്ളൂ. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കുക, ഈ 2 വർഷം കൊണ്ട് 48 മാർക്ക്, 160 മാർക്കിൽ 48 മാർക്ക് എഴുതി വാങ്ങാൻ പറ്റാത്ത ആൾക്കാരായിരുന്നു ഏകദേശം 31,000 കുട്ടികൾ കേരളത്തിൽ എന്ത് ചെയ്തിട്ടില്ല, എക്കണോമിക്സിൻ്റെ വിഷയം പാസ്സായിട്ടില്ല. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, എന്താ ഇതിൻ്റെ കാരണം എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, എക്കണോമിക്സ് എന്ന് പറഞ്ഞ സബ്ജക്റ്റ് കുറച്ച് വെറൈറ്റിയാണ്. ഇത്രയും പേര് പാസ്സാകാതെ അല്ലെങ്കിൽ പരാജയപ്പെട്ടു പോയിട്ടുള്ള എക്കണോമിക്സ് എന്ന് പറഞ്ഞ സബ്ജക്റ്റ് നിങ്ങൾ +1-ൽ എങ്ങനെയാണ് പഠിക്കേണ്ടത്? നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? പ്രധാനമായിട്ട് എന്തൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്, ഏതൊക്കെ ചാപ്റ്റർ ഉണ്ട്, എത്ര ചാപ്റ്റർ പഠിക്കാനുണ്ട്, അതിൽ ഏതൊക്കെ ഫോക്കസ് ചെയ്യണം, എങ്ങനെയൊക്കെ നമ്മൾ പഠിക്കണം, എന്താണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള സ്ട്രാറ്റജി തുടങ്ങിയ 5-6 പോയിന്റുകൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഞാൻ തയ്യാറാണ്, നിങ്ങൾ കൂടി തയ്യാറാണ്. അതിനാകെയുള്ള ഒരൊറ്റ കാര്യം എനിക്ക് പറയാനുള്ളതാണ്, നമുക്ക് ഒരു വെബിനാർ വെക്കുന്നുണ്ട്. വേറെ ആരുമില്ല, ഈ ചിത്രത്തിൽ കാണുന്ന എൻ്റെ പേര് എന്ന് പറഞ്ഞാൽ സൽ സബീൻ എന്നാണ്. കഴിഞ്ഞ 5 വർഷമായിട്ട് കേരളത്തിലെ എല്ലാ കുട്ടികളുടെ കൂടെയും എക്കണോമിക്സ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ 5 വർഷമായിട്ട് ഞാനുണ്ട്. എഡ്യൂപോർട്ടിൽ കഴിഞ്ഞ 2021 മുതൽ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷെ ഞാൻ തൊട്ട് മുന്നിൽ വെക്കുന്ന ഒരു മുൻ പരിചയമില്ലാത്ത ഒരാളായിരിക്കാം ഞാൻ. പക്ഷേ കേരളത്തിലെ ഏത് കുട്ടികളോട് നിങ്ങൾ ചോദിച്ചു നോക്കാം, അവർ +2 കൊമേഴ്സോ ഹ്യൂമാനിറ്റീസോ അല്ലെങ്കിൽ +1 കൊമേഴ്സോ ഹ്യൂമാനിറ്റീസോ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒരു തവണയെങ്കിലും എൻ്റെ ക്ലാസ്സുകൾ കാണുകയോ എന്നെ കാണുകയോ ഒരു തവണയെങ്കിലും ലൈവ് ഇരിക്കുകയോ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അവരോട് ചോദിച്ചു നോക്കുക, എന്താണ് എക്കണോമിക്സ് എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചു നോക്കുക, അവർ പറഞ്ഞുതരും നിങ്ങൾക്കുള്ള മറുപടി. ഓക്കെ, അപ്പോൾ അവർ പറഞ്ഞുതരും. ആ സമയത്ത് നമ്മൾ പഠിച്ചത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനും അവർ കൃത്യമായിട്ടുള്ള മറുപടി ഉണ്ടാവും. ഇത് ഞാൻ വെറുതെ പറഞ്ഞതല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ അവരോട് ചോദിച്ചേക്കാം. കാരണം കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഞാൻ സമ്പാദിച്ചെടുത്ത എൻ്റെ കുട്ടികളുണ്ട്, അവരോട് നിങ്ങൾക്ക് ചോദിച്ചേക്കാം. യാതൊരു വിധത്തിലുള്ള ഡൗട്ടും ഇല്ലാതെ തന്നെ അവർ മറുപടി പറഞ്ഞുതരും. എക്കണോമിക്സ് എന്തായിരുന്നു പഠിക്കാനുണ്ടായിരുന്നത്, അത് നമ്മുടെ ലൈവിലേക്ക് വന്നപ്പോഴും ക്ലാസ്സിലേക്ക് വന്നപ്പോഴും എഡ്യൂപോർട്ടിൻ്റെ ക്ലാസ്സുകളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് പറഞ്ഞുതരും. അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം, നിങ്ങൾക്കും തന്നെ +2-ൽ ഈ പറയുന്ന +2-ൽ എത്തുന്നതിന് മുമ്പായിട്ട് +1 എങ്ങനെ പഠിക്കണം, +1 നിങ്ങൾ എങ്ങനെ പഠിക്കണം എന്ന് കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഞാൻ വില്ലിംഗ് ആണ്, കാരണം കംപ്ലീറ്റ് റോഡ് മാപ്പ് ഇതിൻ്റെ പറഞ്ഞുതരാം. ഈ പറഞ്ഞു തരുന്ന ആളുടെ പേര് മറക്കണ്ട, എൻ്റെ പേര് തന്നെയാണിത്, സൽ സബീൻ എന്നാണ് എൻ്റെ പേര്. ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വെബിനാറാണ്. വെബിനാർ എന്ന് പറയുമ്പോൾ വേറെ ഒന്നുമല്ല, നിങ്ങൾ +1-ൽ എന്താണോ ചെയ്യേണ്ടത്, +1 എക്കണോമിക്സ് തുടങ്ങി നിങ്ങൾ 9 മാസത്തോളം നിങ്ങളുടെ മുമ്പിൽ സമയമുണ്ട്. 2027 മാർച്ച് മാസം പരീക്ഷ എഴുതാൻ പോകുന്ന നിങ്ങൾക്ക് A+ എന്ന് പറയുന്ന നിലവാരത്തിനേക്കാൾ ഫുൾ മാർക്ക് എക്കണോമിക്സിൽ അടിക്കാൻ നിങ്ങൾ മനസ്സിൽ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പാസ്സാവണം. ഈ നേരത്തെ പറഞ്ഞ 31,000 കുട്ടികൾ പെട്ടുപോയല്ലോ, ആ കൂട്ടത്തിൽ 2028 റിസൾട്ട് വരുമ്പം ഞാനതിൽ ഉണ്ടാവരുത് എന്ന നിശ്ചയദാർഢ്യം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഉറപ്പായിട്ട് മക്കളെ നിങ്ങൾ എല്ലാ വിധത്തിലുള്ള സഹായത്തിനും എഡ്യൂപോർട്ട് തയ്യാറാണ്. അതിന് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഇപ്പോൾ യൂട്യൂബിൽ ഫ്രീ ആയിട്ട് ഈ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണം അല്ലേ? അതുപോലെ തന്നെ മക്കളെ നിങ്ങൾ യാതൊരു വിധ ₹1 പോലും പേയ്മെൻറ്റ് കൊടുക്കാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ഫ്രീ വെബിനാർ അറ്റൻഡ് ചെയ്യാം. ഫ്രീ വെബിനാർ ഈ പറയുന്ന കംപ്ലീറ്റ് റോഡ് മാപ്പിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് വെബിനാർ നമ്മൾ നടത്തുന്നുണ്ട്. എന്നാണ് നിങ്ങളുടെ സ്കൂൾ തുറക്കുന്നത് ജൂലൈ 6-ാം തീയതി തന്നെ. പക്ഷേ അതിൻ്റെ മുൻപ് ജൂൺ 30-ാം തീയതി, അതായത് ചൊവ്വാഴ്ചയാണ്, നമ്മുടെ രാത്രി കൃത്യം 7 മണിക്കാണ് നമ്മുടെ വെബിനാർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ വെബിനാർ അൾട്ടിമേറ്റ്ലി നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, എന്താണ് നമ്മുടെ +1 എക്കണോമിക്സ്, അതിൽ നമ്മൾ എന്തൊക്കെ പഠിക്കണം എന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഈ പറഞ്ഞ വെബിനാറിൻ്റെ റെലവൻസ് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ ഒരു ഡാറ്റ മാത്രമേ പറയാനുള്ളൂ. കാരണം 31% കുട്ടികൾക്കും പാസ്സാകാൻ കഴിയാതെ കഴിഞ്ഞ വർഷം പോയ വിഷയം എക്കണോമിക്സ് ആണ്. എന്നാൽ നിങ്ങൾ നോക്കുക, ബാക്കി ഏത് സബ്ജക്റ്റ് എടുത്ത് പോയി കഴിഞ്ഞാലും മറ്റുള്ള കഴിഞ്ഞ 2025 വർഷത്തെ വെച്ച് നോക്കുമ്പോൾ 2026-ലെ പാസ്സായ കുട്ടികളുടെ എണ്ണം കുറഞ്ഞിട്ട് എന്നല്ല ചെയ്തിട്ടുള്ളത്, കൂടിയേക്കാണ്. എന്ന് വെച്ചാൽ എന്താ, 2025 വെച്ച് നോക്കുമ്പോൾ 26-ൽ പാസ്സായ കുട്ടികളുടെ എണ്ണം കൂടുതലാണ്. പക്ഷേ 26-ൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ തോറ്റുപോയ 25 വെച്ച് നോക്കുമ്പോൾ വീണ്ടും കൂടുതൽ കുട്ടികൾ തോറ്റുപോയിട്ടുള്ള വിഷയം അത് എക്കണോമിക്സ് ആണ്. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റായിട്ട് നമ്മുടെ സബ്ജക്റ്റ് മാറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം നമ്മൾ ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാതെ പഠിച്ചു പോകുന്നതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യത്തിലുള്ളൂ, നിങ്ങൾക്ക് ഏറ്റവും മികച്ച രീതിയിൽ +1 പഠിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ വെബിനാർ ജോയിൻ ചെയ്യാം. ഇനി അടുത്ത ഡൗട്ട് നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും, എങ്ങനെയാണ് ഇതിൽ ജോയിൻ ചെയ്യാന്നുള്ളത്, അതിനും എളുപ്പമായിട്ട് വേറെ ഒന്നുമല്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരുപക്ഷെ നിങ്ങൾക്ക് ഈ തൊട്ടതായ നിങ്ങൾക്ക് ലിങ്ക് കാണാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഈ പറഞ്ഞിരിക്കുന്ന റിലേറ്റീവ് വീഡിയോ കാണാം അല്ലേ? അപ്പോൾ ഇതിൻ്റെ തൊട്ടതായ റിലേറ്റീവ് വീഡിയോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് തൊട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ ലിങ്കിൽ ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ വേറെ ഒന്നുമല്ല, ഒരു ഫോം ഉണ്ടാവും, അത് ഫില്ല് ചെയ്യാൻ വേണ്ടി മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാം. എവിടെ, നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന വെബിനാറിലേക്ക് നിങ്ങൾക്ക് വരാം. അപ്പോൾ രാത്രി കൃത്യം 7 മണിക്കാണ്, ഡേറ്റ് മറക്കണ്ട, ജൂൺ 30. അപ്പോൾ ജൂൺ 30 രാത്രി, ചൊവ്വാഴ്ച രാത്രി 7 മണിക്കാണ്. ജൂലൈ 6-ന് നിങ്ങളുടെ ക്ലാസ് തുടങ്ങുന്നതിന് ഒരാഴ്ച മുമ്പ് നിങ്ങൾക്ക് എന്ത് ചെയ്യും, കൃത്യമായിട്ട് പറഞ്ഞുതരും എന്താണ് +1-ലെ എക്കണോമിക്സ് എന്നുള്ളത്. ആ ഒരു ഐഡിയ കിട്ടിയിട്ടാണ് നിങ്ങൾ ക്ലാസ്സിന് പോകണമെങ്കിൽ ഏറ്റവും ബെറ്ററായി നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം.
ഫസ്റ്റ് വീക്ക് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് സ്കൂളിൽ ചെന്ന് 6-ാം തീയതി ക്ലാസ് തുടങ്ങി നിങ്ങൾക്ക് ഒരു 14-ാം തീയതി ഏകദേശം ഒരാഴ്ച കഴിയുമ്പോഴേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഏകദേശം മനസ്സിലാവും നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നതെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും കോൺഫിഡൻ്റ് ആയിട്ട് ഞാൻ എൻ്റെ മക്കളോട് പറയുന്നത്, നമ്മൾ എന്ത് ചെയ്ത് ഇനി ഒരിക്കലും നമ്മൾ ഈ നേരത്തെ പറഞ്ഞിരുന്ന ഈ 31,000 കുട്ടികളുടെ ലിസ്റ്റ് പറഞ്ഞ പേരിൽ നമ്മുടെ പേരുണ്ടാകാൻ പാടില്ല. അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പുകൾക്ക് നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കൂടെ കൂടാം. അപ്പം മക്കൾക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഒരിക്കൽ കൂടി ആദ്യമായിട്ട് എല്ലാ മക്കളെയും +1 എഡ്യൂബോട്ടിൻ്റെ എക്കണോമിക്സിൻ്റെ കൊമേഴ്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും, അതുപോലെ തന്നെ ഹ്യൂമാനിറ്റീസ് ക്ലാസ് പഠിക്കുന്ന എല്ലാവരെയും എഡ്യൂബോട്ടിൻ്റെ +1 കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് ചാനലിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് തൽക്കാലം വീണ്ടും കാണുമെന്ന വിശ്വാസത്തോടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഇറ്റ്സ് മീ സൽ സബീൻ സൈനിങ് ഔട്ട് ഫ്രം എഡ്യൂബോട്ട്. ഹാപ്പി ലേണിംഗ് ഓൾ. ബൈ.